എടാ കുട്ടുണ്ടാപ്പി, ഈ കാട് എന്തൊരു ഭംഗിയാ! ഇവിടത്തെ മരങ്ങൾ എങ്ങനെയാ നമുക്ക് മുറിക്കാൻ തോന്നുക? എന്ത് നല്ല മരങ്ങൾ! അതെ അതെ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ മരങ്ങൾ വെട്ടാതെ നമ്മൾ നാട്ടിലോട്ട് പോയാൽ ആ മുതലാളി നമ്മുടെ പണി തീർക്കും. അതെ അതെ, അതും നീ പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് എന്തായാലും ഇന്ന് കിടന്നുറങ്ങാം ഇവിടെ. എന്നിട്ട് നാളെ രാവിലെ നമുക്ക് പണി തുടങ്ങാം. എടാ, നല്ല നിലാവെളിച്ചം ഉണ്ടല്ലോ, പിന്നെന്താ? നിലാവെളിച്ചൊക്കെ ഉണ്ട്, എന്നാൽ ഈ പുല്ലിനിടയിൽ നിന്ന് വല്ല പാമ്പും വന്നാൽ നമ്മൾ അറിയില്ല കേട്ടോ. അതെ അതെ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. എങ്കിൽ നമുക്ക് കിടന്നിട്ട് നാളെ രാവിലെ നമ്മുടെ പണി തുടങ്ങാം. എങ്കിൽ വാ, നമുക്ക് വല്ല മരച്ചോട്ടിന്റെ അടിയിലും കിടന്നുറങ്ങാം. ആ, നീ നടക്ക്. പിന്നെ കുട്ടൂസാ, നേരം വെളുത്തപാട് നീ എണീറ്റ് എന്നെ എണീപ്പിക്കണം കേട്ടോ. ഇനി നട്ടുച്ചയ്ക്കൊന്നും കയറി എണീറ്റേക്കരുത്. മരം മുറിച്ച് ഉരുട്ടി ഉരുട്ടി കൊണ്ടുവേണം പട്ടണത്തിലേക്ക് എത്തിക്കാനേ. അത് ഓർമ്മ വേണം, എങ്കിലേ 10 കാശ് കയ്യിൽ കിട്ടുള്ളൂ കേട്ടോ. ആ ശരി ശരി. അണ്ണാ, ഈ മരം കൊള്ളാം, നമുക്ക് ഇത് മുറിച്ചാലോ? എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. നീ നോക്കുന്നതും നോക്കാത്തതും കണക്കാ. അതെന്താ അണ്ണാ എന്നെ അങ്ങനെ കൊച്ചാക്കിയത്? അല്ലാതെ പിന്നെ. ഇതിനു മുമ്പ് 10-15 കാടുകളിലേക്ക് പോയിട്ടുണ്ട്. എൻ്റെ ഒരു കയ്യബദ്ധം കൊണ്ട് നിന്നോട് ഞാൻ തടിയൊന്ന് നോക്കടാ, നമുക്കത് മുറിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ മുറിച്ചത് പൊള്ളയായിരുന്നു. എന്തേ, നീ അതൊക്കെ മറന്നോ? അത് പിന്നെ അറിയാത്ത ഒരാൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോ ഒരു കയ്യബദ്ധമൊക്കെ പറ്റില്ലേ അണ്ണാ? എന്തായാലും നീ ഇതിൽ കൈവച്ച് കയ്യബദ്ധം ഉണ്ടാക്കാൻ നിൽക്കണ്ട. കാരണം എന്താണെന്നറിയോ, മരത്തടി മുറിച്ചെടുക്കണമെങ്കിൽ ഒരു വലിയ പണിയാണ്. അത് മുറിച്ച് 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 നിലത്ത് വീഴുമ്പോൾ അത് പൊള്ളയാണെന്ന് അറിഞ്ഞാലേ അത്ര നേരത്തെ അധ്വാനം വെറുതെ ആവും. നീ മാത്രമല്ലേ, ഞാനും കൂടെ പണിപ്പെടുന്നില്ലേ. ശരി, നീ മാറി നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്താ അണ്ണാ ഒരതി നോക്കുന്നത്? എനിക്ക് കൊട്ടിയാലും ഒരതിയാലൊക്കെ ഉള്ളു പൊള്ളയാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. മനസ്സിലായോ? കണ്ട് പഠിക്കുന്നീ. ഓ ശരി, എങ്കിൽ വാ, നമുക്ക് തടി മുറിക്കാനുള്ള പരിപാടി നോക്കാം. നീ കിടന്ന ഭാഗത്ത് മഴു കണ്ണി കണ്ട മരമുറിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് പോയി എടുത്തിട്ട് വാ. ആ ശരി ചങ്ങായി. ഇതാ പറഞ്ഞോ മുറിക്കാനുള്ള ആയുധം. എടാ 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 മണ്ട, നീ എന്നെ ഏതെങ്കിലും ഒരു പേര് വിളിക്ക്. എന്തൊക്കെ പേരുകളാണ് വിളിക്കുന്നത്? പേരിലെന്താ കാര്യം? നമ്മൾ മുറിക്കുന്ന കത്തിയുടെ മൂർച്ചയിലല്ലേ കാര്യം അണ്ണാ. ശരി ശരി, വാ, നമുക്ക് പണി തുടങ്ങാം. നിന്റെ വാചകാടി കേട്ടല്ലോ ഒരാഴ്ച ഇവിടെ തന്നെ നിൽക്കുന്ന മട്ടുണ്ടല്ലോ. ഈ ഒരു മരം മുറിച്ചാലേ മോനെ നമ്മൾ പട്ടിണി ഇല്ലാണ്ട് 2 ദിവസം കഴിയുള്ളൂ, അതറിയില്ലേ? അല്ലല്ലോ അണ്ണാ, മുതലാളി നമുക്ക് തരുന്ന ശമ്പളം എന്താ വളരെ കുറച്ച്? മറ്റുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ഈ മുറിക്കുന്ന ഒരു മരത്തിന്റെ കാശും കൊണ്ട് അവർക്ക് 2 ആഴ്ച കഴിയാലോ. അതൊക്കെ ചോദിക്കാൻ ചെന്ന് അടിയും വെക്കാനാവും. പിന്നെ അയാളിപ്പം നമുക്ക് തരുന്ന ഈ പണി ഇല്ലാതാവും. എന്തിനാ വെറുതെ? അയാളോട് പോയി പണി നോക്കാൻ പറയണം. നമുക്ക് എന്താ അയാൾ ജോലി തന്നില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ മരത്തടി മുറിച്ചിട്ട് നമുക്ക് വേറെ ആരുടെയെങ്കിലും കൊടുത്തിട്ട് കാശുണ്ടാക്കണം. അയാളുടെ തന്നെ കൊടുക്കണമെന്നൊന്നും ഇല്ലല്ലോ അണ്ണാ. നീ പറയുന്ന പോലൊന്നും അല്ലടാ. ചുറ്റും അയാളുടെ ആളുകളാ. അയാൾ അറിയാതെ മറ്റേ നമ്മൾ കാട്ടിലേക്ക് കയറി മരത്തടി ഉണ്ടാക്കി വേറെ ആൾക്ക് വിറ്റെന്ന് അറിഞ്ഞാൽ നമ്മളെ പിന്നെ ചിലപ്പോൾ അയാൾ വെടിവെച്ച് കൊല്ലും. നമുക്കെന്തായാലും ഈ പണി ചെയ്യാം. ഇരുട്ടുന്നതിന് മുമ്പ് നഗരത്തിലോട്ട് എത്തേണ്ടതാണ്. ഈ അണ്ണ എന്നെ ശരിക്കൊരു മണ്ടൻ മണ്ടൻ എന്ന് പറയും. സത്യത്തിൽ മണ്ടൻ അണ്ണനാ. അണ്ണനെ ഒരു പേടിത്തോണ്ട് എനിക്കൊന്നും ഒരു പേടിയില്ല. സത്യത്തിൽ അണ്ണന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 4 അയാളോട് ചോദിച്ചിന്, 4 വർത്താനം പറഞ്ഞെന്നെ അയാളോട് ഞാൻ. എങ്കിൽ നീ പോയി ചോദിക്കുക അയാളോട്, എന്താ ഞങ്ങൾക്ക് നല്ലപോലെ ശമ്പളം തരാത്തതെന്ന്. നിങ്ങൾ അതിന് വിടില്ലല്ലോ. ഞാൻ ചോദിക്കാൻ ചെന്നാൽ നിങ്ങൾ തടസ്സം നിൽക്കുന്ന ആളല്ലേ. എടാ, നിനക്കത് ഇപ്പോഴൊക്കെ തോന്നും. നിൻ്റെയൊക്കെ പ്രായത്തിൽ ഞാൻ അയാളോട് 4 പറഞ്ഞിട്ടുണ്ട്. അയാളെ പോയി തല്ലിയിട്ടുമുണ്ട്. അതിന് പ്രതിഫലം അയാൾ എനിക്ക് എന്താണെന്ന് അറിയത്തന്ന്.
എൻ്റെ ഭാര്യയുടെ കയ്യും കാലും ഒടിച്ചു കിടപ്പിലാണ് ഇപ്പോൾ അവളെ ഇപ്പം നോക്കണം. അവൾക്കൊന്നും ബാത്റൂമിൽ പോകാൻ പോലും പറ്റില്ല. ഞാൻ നോക്കണം. ഞാൻ കൊണ്ടുപോയാലേ അവൾക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുള്ളൂ. എൻ്റെ മോളെ അയാൾ കൊന്നു, അറിയോ നിനക്ക്? അണ്ണാ അയാളെ തല്ലി കൊല്ലണം അണ്ണാ. എടാ എൻ്റെ മോളെ അയാൾ കൊന്നടാ. എൻ്റെ ഭാര്യ കണ്ടില്ലേ, ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ ഒറ്റ കിടപ്പാണ് അവൾ ബെഡിൽ തന്നെ. ഇനി ഞാൻ എന്തെടാ ചെയ്യുക? ഇനി അയാളെ ഞാൻ കൊല്ലാനും പിടിക്കാനും നിന്നാൽ ഒരുപക്ഷെ അയാൾ എന്നെ കൊന്ന എൻ്റെ ഭാര്യയ്ക്ക് ഒന്ന് അനങ്ങാൻ പോലും, ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും പറ്റില്ല. അവളെ അയാൾ ജീവിച്ചവാക്കി ഭക്ഷണം ഒന്നും കിട്ടാതെ അവൾ മരിച്ചു പോകൂടാ. വേണ്ടടാ, ഒന്നും വേണ്ട. അണ്ണാ പോട്ടെ, സാരല്ല, വാ നമുക്ക് മരം വെട്ടാം. എടാ, ഈ പണക്കാരെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അവർക്ക് നമ്മളെ എന്ത് വേണേലും ചെയ്യാൻ സാധിക്കും. പണം കൊടുത്താൽ മറിയാത്തവരായിട്ട് ആരാടാ ഉള്ളത് ഈ ലോകത്ത്? എന്തിന് പണം തന്ന അയാളുടെ കൂടെ നീ വരെ പോവില്ലടാ. നീ വരെ പണം തന്നാ മറിയില്ലടാ. ദേ കാരണവരെ, അണ്ണാന്ന് വിളിച്ച സ്ഥാനത്ത് വേറെ വല്ലതും വിളിപ്പിക്കരുത് നിങ്ങള്. അയ്യോ, നീ ചൂടാവല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാ. എന്നാലും അണ്ണാ നിങ്ങൾ ഇങ്ങനെ എന്നെ പറഞ്ഞു കളഞ്ഞല്ലോ. എടാ ഉണ്ണി, ഞാൻ വെറുതെ പറഞ്ഞതാ. വാ വാ, മരത്തടി മുറിക്കാം. എന്റെ അണ്ണ അങ്ങനെ ഇങ്ങനെ മരത്തടി മുറിച്ചു കഴിഞ്ഞു. ഇനെന്താ അടുത്ത പരിപാടി? എടാ, നിനക്ക് വിശക്കണമൊന്നുമില്ലേ? എനിക്ക് ഭയങ്കര വിശപ്പ്. അതിന് നമ്മള് വരുമ്പോ കയ്യും വീശിട്ടല്ല അണ്ണാ വന്നത്. ദേ ഈ വെള്ളം ഇവിടെ ഉള്ളത് കൊണ്ട് വെള്ളം കുടിച്ചിട്ടെങ്കിലും വയറ് നിറയ്ക്കാന്നുള്ള ഒരു ആശ്വാസമുണ്ട്. എന്തായാലും നിനക്ക് വേണ്ട വെള്ളം നീ കുടിച്ചു കയറ്റി കഴിഞ്ഞാൽ മരത്തടി ഉരുട്ടിയിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് എത്തിക്കാൻ. അല്ലാതെ ആ പേട്ടത്തലയും മുതലാളിയൊന്നും നമുക്ക് വേണ്ടി വണ്ടി ഇങ്ങോട്ട് വിടില്ല. നഗരത്തിലോട്ട് എത്താൻ ഇനി ഒരു പകല് കൂടെ വേണം നമുക്ക്. എങ്കി അണ്ണ വാ, നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചു കയറ്റി വയറ് നിറയ്ക്കാം. അണ്ണാ ഇവിടെ തിന്നാൻ പറ്റിയ ഇലകൾ വല്ലതും ഉണ്ടോണാവോ അല്ലേ? ഈ കാട്ടിൽ തിന്നാൻ പറ്റിയ ഇല എന്ന് പറഞ്ഞിട്ട് ഒന്നും തിന്നാൻ നിൽക്കരുതിട്ടാ. വല്ല വിഷത്തിൻ്റെ ഇലയാണെങ്കിൽ ഇവിടെ കടന്ന് ഉറങ്ങേണ്ടി വരും. പിന്നെ ആരും എണീപ്പിക്കാനും ഉണ്ടാവില്ല, എണീക്കാനും പറ്റില്ല. അല്ല പിന്നെ നിന്റെ പറിച്ചല്ലേ ഞാൻ എന്തോടാ പറയുക. എടാ കുട്ടൂസാ, നിനക്ക് മാത്രമല്ല വിശക്കുന്നത്, എനിക്ക് നല്ലവണ്ണം വിശക്കുന്നുണ്ട്. നീ അത് പറയണു, ഞാൻ പറയണില്ല, അത്രയേ ഉള്ളൂ. വാ, നമുക്ക് മരത്തടി ഉരുട്ടാൻ തുടങ്ങാം. പക്ഷെ അണ്ണ എന്തായാലും നമ്മൾ ഇപ്രാവശ്യം വന്ന കാടുണ്ടല്ലോ, മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അതിസുന്ദരമായ കാട്. രാത്രി പോലെ എന്ത് ഭംഗിയാണ് കാട് കാണാൻ. നമുക്ക് കാടൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് പോയാലോ അണ്ണ? നമുക്ക് കാട് ചുറ്റി കണ്ടിട്ട് പോകാം. നീ നമ്മുടെ മുതലാളിയെ ഒന്ന് ആലോചിച്ചേ. അതെന്തിനാ? നീ ഒന്ന് ആലോചിക്ക്. എന്താടാ കുട്ടൂസാ, നീ ആലോചിച്ചോ? ആലോചിച്ചണ്ണ, അയാള് നമ്മളെ വെടിവെക്കുന്നു. എങ്കിൽ നമുക്ക് ഇവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് പോവാല്ലേ? അണ്ണനെന്താ തമാശ പറയണോ? നമുക്ക് പോകാം, ഇരുട്ടുന്നതിന് മുന്നേ എത്തേണ്ടതല്ലേ? എങ്കിൽ കൂട്ടുകാരെ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ കൂട്ടുകാരെ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ കമന്റ് ചെയ്ത്, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കണേ. എങ്കിൽ ഞങ്ങൾ പോട്ടെ കേട്ടോ. കണ്ടില്ലേ ഞങ്ങളുടെ മുകളിൽ ആരാ നിൽക്കുന്നതെന്ന്? ഇതാണ് ഞങ്ങളുടെ മുതലാളി. അയാൾ ഞങ്ങളെ വെടിവെച്ച് കൊല്ലും. ബായ്. എന്താടാ, എത്ര നേരമായി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ദേ പോവോ മുതലാളി. മുതലാളി